നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെടിനിർത്തൽ കരാർ അങ്ങനെ നിലവിൽ വന്നിരിക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് അത് നല്ല വാർത്തയാവും എന്നുള്ളതിന് സംശയമില്ല. യുദ്ധത്തിൻ്റെ പ്രഭാവത്തിൽ ഇങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച വളരെ ഏറെ ഫ്ലക്ച്വേഷനുകൾ ഉണ്ടായ ഒരാഴ്ചയായിരുന്നു. 24,000 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നില്ല എന്നതാണ് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്നത്. 24,000 ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച. ഇപ്പോൾ വന്ന വെടിനിർത്തൽ കരാർ തീർച്ചയായും മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതിൽ ചില ലംഘനങ്ങളൊക്കെ നടക്കുന്നു, കരാർ കൃത്യമായി പാകിസ്ഥാൻ പാലിക്കില്ല എന്നുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിശക്തമായ ഒരു തിരിച്ചടിക്കൊന്നും ഇന്ത്യ മുതിരില്ല. അല്ലെങ്കിൽ ഇന്ത്യ മുതിർന്നാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഔദ്യോഗികമായി പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് അതിനെ മാർക്കറ്റ് പോസിറ്റീവായി തന്നെ കാണും ഈ വെടിനിർത്തൽ കരാറിനെ എന്നുള്ളതിനും സംശയമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിനെ ട്രംപിൻ്റെ ടാരിഫ് ആണ് പിടിച്ചുലച്ചത്. അതിൽ നിന്ന് അല്പം കയറാൻ തുടങ്ങുമ്പോഴാണ് യുദ്ധം മുന്നിലേക്ക് വന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ സൈനിക നടപടികൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നിരുന്നാൽ തന്നെയും മാർക്കറ്റിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഊർജം തീർച്ചയായിട്ടും താരിഫിൻ്റെ ബലത്തിലുള്ളതും ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയതിൻ്റെയും ബലത്തിൽ തന്നെയായിരിക്കും. താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം പുതിയ ഉയരങ്ങളിലേക്ക് വന്നു. പക്ഷെ നമ്മൾക്കത് മുതലെടുക്കാനായില്ല. ഇവിടെ യുദ്ധത്തിൻ്റെ പുറകിലായിരുന്നു. അമേരിക്ക UK ആയിട്ടും ട്രേഡ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ചില ഇളവുകൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിരുന്നത് പോലെയൊന്നുമല്ല ഇപ്പോൾ ട്രേഡ് കരാർ വന്നപ്പോൾ എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ആഴ്ച ഉയരുകയുണ്ടായി. JLRൻ്റെ കയറ്റുമതി അമേരിക്കയിലേക്ക് തുടർന്നു. കഴിഞ്ഞ താരിഫ് യുദ്ധം വന്നപ്പോൾ തന്നെ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് അവർ പിന്മാറിയിട്ട് കയറ്റുമതി തുടരാൻ തീരുമാനിച്ചു. അതിൻ്റെ ടാരിഫ് അവരുടെ ട്രേഡിൽ പാക്ട് അനുസരിച്ച് കുറയുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അത് ടാറ്റ മോട്ടോഴ്സിന് ഗുണകരമാവും. ടാറ്റ മോട്ടോഴ്സിൻ്റെ 70% വരുമാനം വരുന്നത് JLRൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് അത് വലിയ സ്വാധീനമുള്ള ഒരു സെഗ്മെൻ്റാണ് JLRൻ്റേത്. അതുകൊണ്ടാണ് ഈ താരിഫ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പരിക്ക് പറ്റിയ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അതിൽ നിന്ന് അത് മാറി കരകയറി വരുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മറ്റ് SIP ഡേറ്റ, മ്യൂച്വൽ ഫണ്ട് ഡേറ്റകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൽ എല്ലാ കാലത്തെയും ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി SIPയിലേക്കുള്ള ഫണ്ട് ഫ്ലോ എന്നാണ് കാണാൻ കഴിയുന്നത്. 26,632 കോടി രൂപയാണ് കഴിഞ്ഞ ഏപ്രിലിൽ SIP ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നത്, മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് എത്തിയത്. ഇക്വിറ്റിയിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണെന്ന് നമ്മൾ ഓർക്കണം. SIP സ്ട്രോങ് ആയി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഏപ്രിലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏപ്രിൽ 1.36 crore അക്കൗണ്ടുകൾ, നിർജ്ജീവമായ അക്കൗണ്ടുകൾ മാറ്റുകയുണ്ടായി. ക്ലോസ് ചെയ്ത് മാറ്റി, മച്യൂരിറ്റി ആയത് അങ്ങനെയൊക്കെ മാറ്റി. അന്നതിന് ശേഷമാണ് 8.38 crore അക്കൗണ്ടുകളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അത് 8.11 കോടി അക്കൗണ്ടുകളായിരുന്നു മാർച്ചിലുണ്ടായിരുന്നത്. അതിൽ നിന്ന്
ഇപ്പോഴത് 1,36,00,000 കുറവുണ്ടായിട്ട്, അതായത് ക്ലോസ് ചെയ്തതിന് ശേഷവും 8.38 crore ഉള്ളത്. അപ്പോൾ മാർക്കറ്റിലേക്ക് SIPയിലുള്ള വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മാർക്കറ്റ് ഇടിയുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലും അക്കൗണ്ടുകൾ വളരെയേറെ കൂടും. 46 ലക്ഷം അക്കൗണ്ടുകളാണ് പുതിയതായിട്ട് ഈ ഏപ്രിൽ വന്നതെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ തവണ 41 ആയിരുന്നതാണ് 46 ലക്ഷത്തിലേക്ക് വന്നത്. അപ്പോൾ അക്കൗണ്ടുകൾ കൂടുന്നു. ഇന്ത്യയിലെ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിലുള്ള വിശ്വാസമാണത് കാണിക്കുന്നത്. മാർക്കറ്റിലേക്ക് സ്റ്റഡി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റഡിയായി തന്നെ അത് മുന്നോട്ട് പോകുന്നു. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനൊരു എന്താ പറയുക, പോസിറ്റീവായ ട്രിഗറാണ് ശരിക്കും. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇടിഞ്ഞു പോയാലും എത്രയെല്ലാം ഇടിയുമെന്നുള്ളതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഈ വരവ്. ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മ്യൂച്വൽ ഫണ്ടുകളിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിലെ ഏറ്റവും പ്രധാനം ഇന്ത്യയിലെ സ്ത്രീകളാണ്. ലംസമായിട്ടുള്ളതിലും ഈ SIP ആയിട്ടുള്ള അക്കൗണ്ടുകളും കൂടുതൽ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സ്ത്രീജനങ്ങളാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നോട്ട് വരുന്നത് ഇതിൽ. അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രവണതയാണ്. ഇന്ത്യയിലെ നാരി ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ച് കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ SIPയിലൂടെ മുന്നോട്ട് വരുന്നു. അത് തീർച്ചയായിട്ടും ശുഭസൂചകമായ ഒരു വാർത്തയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഈ നല്ല സമയങ്ങളിൽ തുടങ്ങുക. അതിന് പറ്റിയൊരു അവസരമാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് വളർന്നു പോവുക തന്നെ ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാതിരിക്കാനാവില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വളരുന്നതനുസരിച്ച് അതിൻ്റെ ഉന്നതിയിലേക്ക് എത്താതിരിക്കില്ല. എത്രാം സ്ഥാനം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളുടെ GDP നല്ല രീതിയിൽ വളരുകയും ലോകത്തെ മുൻപന്തിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. ആ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് മ്യൂച്വൽ ഫണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല ഷെയറുകളിൽ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്കുകളെല്ലാം കുറഞ്ഞ രീതിയിലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് SIPയിലാണ്. SIP നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 മാസത്തെയോ 3 മാസത്തെയോ റിട്ടേണുകൾക്ക് വേണ്ടി അല്ലാതിരിക്കണം SIPയിൽ നിക്ഷേപിക്കുന്നത്. അതൊരു ലോങ് ടേം നിക്ഷേപമായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക രംഗത്തു നിന്നുള്ള ചെറിയ ചെറിയ വരുമാനങ്ങളാണെങ്കിലും നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജീവിത സായാഹ്നത്തിൽ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സുന്ദരമാക്കാനും ആത്മവിശ്വാസത്തോടെ നേരിടാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താവുന്നതാണ്. ആർക്കും ഈ പണ തട്ടിപ്പുകളിലോ ഒന്നും പെടാതെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് തന്നെ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. അത് ഇന്നും വളരെ സുതാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അതിലേക്ക് വരുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. മറ്റുള്ള പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. ഇത്ര 100%, 200% റിട്ടേൺ നാളെ കിട്ടും, അല്ലെങ്കിൽ 1 വർഷം കിട്ടും, 2 വർഷം കിട്ടും എന്നൊക്കെ പറയുന്നതിൽ വീഴാതെ കൃത്യമായി കാര്യങ്ങൾ കണ്ടുകൊണ്ട് SIPയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദീർഘകാലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കണം നിക്ഷേപം. എങ്കിലേ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനാവുകയുള്ളൂ. ഓക്കെ, യുദ്ധത്തിൻ്റെ സമാപ്തിയിലേക്ക് എത്തിയതുകൊണ്ട് മാർക്കറ്റ് പോസിറ്റീവ് ആകുമെന്നുള്ളത് കൊണ്ടും പുതിയ ഷെയറുകളൊന്നും ഞാൻ നിർദ്ദേശിക്കുന്നില്ല. നല്ല രീതിയിലുള്ള മുന്നേറ്റം ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലെ ഏറ്റവും നല്ല ഓഹരികൾക്കും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തുടരുക. നിങ്ങളുടെ നിക്ഷേപിച്ച ഷെയറുകൾ എങ്ങനെയായി പെർഫോം ചെയ്യുന്നുവെന്ന് നോക്കുക. Q4 വന്ന റിസൾട്ടുകൾ പല ഷെയറുകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവലോകനം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിഭ്രാന്തിയുടെ ആവശ്യമേ വരികയില്ല. ഓക്കെ, താങ്ക് യു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും ഒരു മടിയും വിചാരിക്കേണ്ട. ഏത് രീതിയിലുള്ള കമൻറ്റുകളും ആവാം നിങ്ങളുടേത്.
എല്ലാം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. വീണ്ടും കാണാം. ഓക്കെ.